വെൽക്കം ടു ദി വിറ്റ്നേഴ്സ് അക്കാഡമി. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് NIOSലെ ഇംഗ്ലീഷിൻ്റെ ചാപ്റ്റർ 12 വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലം നാടെങ്ങും അടിച്ചമർത്തലും ഭയവും. അത്തരമൊരു സമയത്താണ് കവി രവീന്ദ്രനാഥ് ടാഗോർ ഒരു പ്രാർത്ഥന എഴുതിയത്. അതാണ് വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ, ഭയമില്ലാത്തത് എന്ന കവിത. ടാഗോർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ, എന്റെ രാജ്യത്തെ ഉണർത്തണേ ഒരു സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്ക്. അദ്ദേഹം സ്വപ്നം കാണുന്നത് ഇങ്ങനെയുള്ള ഒരു ഇന്ത്യയാണ്. ഭയമില്ലാത്ത ജനങ്ങൾ, അവിടെ ആളുകൾ തല ഉയർത്തി നടക്കും, ആത്മാഭിമാനത്തോടെ ജീവിക്കും, ആരെയും പേടിക്കില്ല. സ്വാതന്ത്ര്യമായ അറിവ് എല്ലാവർക്കും സൗജന്യമായി ലഭിക്കും. ജാതി, മതം, വർഗം എന്നീ ഇടുങ്ങിയ വീട്ടുമതിലുകൾ അവിടെ ഉണ്ടാകില്ല. സത്യവും യുക്തിയും. വാക്കുകൾ സത്യത്തിന്റെ ആഴത്തിൽ നിന്ന് വരും, പ്രവൃത്തികൾ നീതിയിൽ നിന്നുണ്ടാകും. ചിന്തകൾ തെളിയുന്ന അരുവി പോലെ ഒഴുകും. പഴയതും മൃദുവുമായ ആചാരങ്ങൾ കുടുങ്ങി കിടക്കില്ല. നിരന്തരമായ പരിശ്രമം. ജനങ്ങൾ പൂർണ്ണതയിലേക്ക് അക്ഷീണമായി പരിശ്രമിക്കും. കാരണം പൂർണ്ണത ഒരു അവസാനമല്ല, തുടർച്ചയായ ഒരു യാത്രയാണ്. അവസാന കവി ദൈവത്തോട് ചോദിക്കുന്നു, ഈ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്ക് എന്റെ രാജ്യത്തെ നയിക്കണമേ. ഈ കവിത ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന്റെ മാത്രമല്ല ആവശ്യപ്പെടുന്നത്. ബുദ്ധിപരമായ സ്വാതന്ത്ര്യം, ധാർമ്മിക ശക്തി, ആത്മീയ ഉയർച്ച എന്നിവ കൂടിയാണ് ടാഗോറിന്റെ സ്വപ്നം. Next question answers. What is meant by mind is without fear and heart is held high? മനസ്സ് ഭയമില്ലാത്തതും തലയുയർത്തി പിടിച്ചതും എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭയമില്ലാത്തവരും ആത്മാഭിമാനമുള്ളവരായി ജീവിക്കുക. To be fearless and self-respecting. The domestic walls are usually associated with safety, comfort and love. These are the feelings evoked by the phrase narrow domestic walls. ഇടുങ്ങിയ വീട്ടുമതിലുകൾ സാധാരണമായി സുരക്ഷ, സുഖം, സ്നേഹം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇടുങ്ങിയ വീട്ടുതലമുറകൾ എന്ന പ്രയോഗം ആ വികാരങ്ങളാണോ ഉയർത്തുന്നത്? അല്ല, അവിടെ അത് ജാതി, വർഗം, മതം, പ്രതിഷേധികം എന്നീ ചെറുതും തുടങ്ങിയതുമായ ചിന്തകളെയാണ് സൂചിപ്പിക്കുന്നത്. അവ മനുഷ്യത്വത്തെ വിഭജിക്കുന്നു. Ideas were a preachy and narrow mind. Why has the word tireless been used to describe serving? Because perfection is not an absolute endpoint. It is a continuous process that requires an unending effort, so one cannot afford to get tired. പരിശ്രമം എന്നതിനെ വിവരിക്കാൻ അക്ഷീണം എന്ന വാക്ക് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? കാരണം പൂർണ്ണത ഒരു അവസാന പോയിന്റ് അല്ല, അത് അവസാനിക്കാത്ത പരിശ്രമം ആവശ്യമുള്ള ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. അതുകൊണ്ട് തളരാൻ പാടില്ല.
അപ്പോൾ എല്ലാവരും ക്ലാസ് കേട്ട് മനസ്സിലാക്കുക, എക്സാമിന് നല്ലതുപോലെ പഠിക്കുക. ഈസി ലെസൺ ആണ്. എല്ലാവർക്കും താങ്ക് യു.